അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? വാട്ട് ഡു ദേ തിങ്കിങ് അബൌട്ട് യു? നിങ്ങളുടെ ഈ പേഴ്സൺ ഈ ഒരു റീഡിങ് നിങ്ങൾ കാണുന്ന ടൈമിൽ പോലും നിങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. മേ ബി നിങ്ങളിൽ പലരും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. നിങ്ങളായിട്ട് തന്നെ ഈ സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നവരും ഉണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്ട്രെങ്ത്തിനെ പറ്റിയാണ്. നിങ്ങളിപ്പോൾ ഒരു ചേഞ്ച് നിങ്ങളിൽ ഇപ്പോൾ കാണുന്നുണ്ട്. ആ ഒരു ചേഞ്ചിനെ പറ്റിയാണ് അവർ ചിന്തിക്കുന്നത്. കുറേ പേർക്കെങ്കിലും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റോം വാർണിംഗ് കാണുന്നുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വളരെ വലിയ തടസ്സങ്ങളുള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി സംതിങ് റിലേറ്റഡ് ടു ഇൻ്റർ കാസ്റ്റ് അഫെയർ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ പ്രയാസമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ചില ആൾക്കാർക്ക് ഇത് നിങ്ങളുടെ പേഴ്സണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട്, അതായത് ഈ റിലേഷൻഷിപ്പ് ആളിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒത്തിരി പ്രയാസമുള്ളതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നിപ്പോൾ മൂവ് ഓൺ ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇല്ലാതാക്കിയിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് ആയിക്കാണും. യെസ്, ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിലോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളോ ആ വ്യക്തിയെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഇത്തരം ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ വന്നതുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ ലെറ്റ് ഗോ ചെയ്തതോ അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലോട്ട് മാറിപ്പോവുകയോ ചെയ്തതായിരിക്കാം. എന്നിരുന്നാലും ഈ ഒരു സമയത്ത് പോലും ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു ലവ് റിലേഷൻഷിപ്പിൽ നിന്നും മാറിപ്പോകണമെന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല. ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒഴിവാക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി ഈ ഒരു സമയത്ത് പോലും ഇത്രയും ആ വ്യക്തിക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമായിരുന്നിട്ട് കൂടി ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ളൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വീണ്ടും ഉണ്ടാകണമെന്ന് തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളുമായിട്ട് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. ആ ഒരു കാര്യം ആ വ്യക്തിക്ക് ഒരുപാട് പെയിൻ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് പോലും വളരെ വളരെ ദുഃഖിതയായിട്ട് അല്ലെങ്കിൽ ദുഃഖിതനായിട്ട് കാണുന്നു. നിങ്ങളുമായിട്ടുള്ള പ്രോപ്പർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ല എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട് തന്നെയാണ് കാണുന്നത്. എന്നാൽ കുറേ പേർക്കെങ്കിലും അവരുടെ ലൈഫിലുള്ള ഒരു പ്രോബ്ലം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആ വ്യക്തി ഫേസ് ചെയ്യുന്നു. എങ്കിൽ പോലും നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് ആ വ്യക്തി ഒരു പോസിബിലിറ്റിക്ക് വേണ്ടി ശ്രമിക്കുന്നു എന്നും നമുക്ക് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയന് ഇനിയും എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടോ, എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ എന്നാണ് ഈ ഒരു സമയത്ത് ആ വ്യക്തി ചിന്തിക്കുന്നത്. കൂടുതൽ പേരും മാരീഡ് ആയിട്ടുള്ള ആൾക്കാർ കാണുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മറ്റൊരു വേൾഡിലേക്ക് നോക്കി നിൽക്കുന്നു, അതായത് മറ്റൊരു വ്യക്തിയിലേക്ക് ആ വ്യക്തി നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടുതൽ പേർക്കും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആണ് നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളായിട്ട് നോ കോണ്ടാക്റ്റിലാണ്.
മേ ബി ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്തിരിക്കുകയാണ്. ആ ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പുകൾ ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ലേഡി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്തു പോകുന്നതിൽ നിന്നും ആ വ്യക്തിയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. മേ ബി ആ വ്യക്തിക്ക് അഡ്വൈസ് കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം, ആ വ്യക്തിയുടെ പാരൻസോ അല്ലെങ്കിൽ സഹോദരി സഹോദരൻ, അങ്ങനെ ആ വ്യക്തിക്ക് ആ വ്യക്തി വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം ഈ ഒരു സമയത്ത് ആ വ്യക്തി റിലേഷൻഷിപ്പിൽ നിന്നും മാറിപ്പോവാനായിട്ട് ഫോഴ്സ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിലും ഒരു സ്റ്റോം വാർണിംഗ് ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയാം. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് വഴി, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാനിഫെസ്റ്റേഷനുകൾ ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പലരും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുത്താനായിട്ട്. അപ്പോൾ യൂണിവേഴ്സ് ഇവിടെ ഗൈഡൻസ് തരികയാണ്. ഒരു ഫോഴ്സ്ഫുള്ളി നിങ്ങൾ ഈ വ്യക്തിയെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുത്താലും നിങ്ങളുടെ ലൈഫിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടാവും എന്നാണ് ഇവിടെ കാണുന്നത്. ചില ആൾക്കാർ ഈ ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവർ മനഃപൂർവ്വം ആയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ വ്യക്തി വിചാരിച്ചാൽ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ആ വ്യക്തിക്ക് കഴിയും. എന്നാൽ തന്നെയും ആ വ്യക്തി ഇപ്പോൾ ഏതൊരു സിറ്റുവേഷനിലാണോ അതിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. വീണ്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടി ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത്. ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, മേ ബി ഇത് രണ്ടുമായിരിക്കാം. ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ഒരു മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ മാരീഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ലൈഫിലാണെങ്കിൽ അവരുടെ ആ ഒരു ലൈഫിൽ ഒരു പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ കാണുന്നു. അപ്പോൾ നമ്മളുടെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗ് അല്ല ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത് എങ്കിൽ പോലും വളരെ നെഗറ്റീവായിട്ടുള്ള റീഡിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു റീഡിങ് നിങ്ങളുടേതല്ല എന്ന് വിചാരിക്കുക.